വെൽക്കം ടു സക്സസ് ലൈറ്റ് 2.0. 2026 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകൾ ഉൾപ്പെടെയുള്ള എല്ലാ PSC പരീക്ഷകൾക്കും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ക്ലാസ് ആണ്, ആദ്യ ഭാഗമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ, മൂന്നാമത് അന്താരാഷ്ട്ര ഊർജ്ജമേളയ്ക്ക് വേദിയാവുന്നത് കൊച്ചി. മൂന്നാമത് അന്താരാഷ്ട്ര ഊർജ്ജമേളയ്ക്ക് വേദിയാവുന്നത് കൊച്ചി. 2026 നടക്കുന്ന കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദി തിരുവനന്തപുരം. 2026 നടക്കുന്ന കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദി തിരുവനന്തപുരം. ഇന്ത്യയിലെ ടൂറിസം വികസനത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിന് ഇന്ത്യ ടുഡേ അവാർഡ് നേടിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ടൂറിസം വികസനത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിന് ഇന്ത്യ ടുഡേ അവാർഡ് നേടിയ സംസ്ഥാനം കേരളം. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് കണ്ടിരിക്കേണ്ട 53 ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട സംസ്ഥാനം കേരളം. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് കണ്ടിരിക്കേണ്ട 53 ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട സംസ്ഥാനം കേരളം. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി ടൈം മാഗസിൻ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാനം കേരളം. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി ടൈം മാഗസിൻ തെരഞ്ഞെടുത്ത സംസ്ഥാനം കേരളം. 2026 നടന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് വേദിയായത് കോഴിക്കോട്. 2026 നടന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് വേദിയായത് കോഴിക്കോട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്ത്യൻ ഡയബറ്റിസും ചേർന്ന് നടത്തിയ പഠനപ്രകാരം രാജ്യത്ത് കുടവയർ ഉള്ളവരിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഇന്ത്യൻ ഡയബറ്റിസും ചേർന്ന് നടത്തിയ പഠനപ്രകാരം രാജ്യത്ത് കുടവയർ ഉള്ളവരിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. അമിതവണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. അമിതവണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. മാർക്ക് 10 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. മാർക്ക് 10. നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന് 4 മിഷനുകൾ രൂപീകരിക്കാനുള്ള IT നയത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം കേരളം. നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന് 4 മിഷനുകൾ രൂപീകരിക്കാൻ IT നയത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വനമേഖലയ്ക്ക് പുറത്ത് വിഹരിക്കുന്ന കടുവകൾ അടക്കമുള്ള വന്യജീവികളുടെ ശാസ്ത്രീയ പരിപാലനത്തിന് ആയുള്ള കേന്ദ്ര പദ്ധതിയിൽ നിന്ന് പുറത്തായ ഇന്ത്യൻ സംസ്ഥാനം കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വനമേഖലയ്ക്ക് പുറത്ത് വിഹരിക്കുന്ന കടുവകൾ അടക്കമുള്ള വന്യജീവികളുടെ ശാസ്ത്രീയ പരിപാലനത്തിന് ആയുള്ള കേന്ദ്ര പദ്ധതിയിൽ നിന്ന് പുറത്തായ ഇന്ത്യൻ സംസ്ഥാനം കേരളം. യാത്രക്കാർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. യാത്രക്കാർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് സ്നാക്സും ലഭിക്കുന്ന ഉഡാൻ യാത്രി കഫേ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് സ്നാക്സും ലഭിക്കുന്ന ഉഡാൻ യാത്രി കഫേ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി കോഴിക്കോട് ചേവായൂര്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി കോഴിക്കോട് ചേവായൂര്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കല്യാട് കണ്ണൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കല്യാട് കണ്ണൂരിലാണ്. കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് മട്ടന്നൂര് കണ്ണൂരിലാണ്. കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് മട്ടന്നൂര് കണ്ണൂരിലാണ്. കേരള നവോത്ഥാന നായകൻ AK ഗോപാലന്റെ സ്മരണയ്ക്കായി സ്മാരക മ്യൂസിയം ഒരുക്കുന്നത് പെരളശ്ശേരി കണ്ണൂരിലാണ്. കേരള നവോത്ഥാന നായകൻ AK ഗോപാലന്റെ സ്മരണയ്ക്കായി സ്മാരക മ്യൂസിയം ഒരുക്കുന്നത് പെരളശ്ശേരി കണ്ണൂരിലാണ്.
കേരളത്തിലെ ആദ്യത്തെ രാജ്യാന്തര സമഗ്ര പൊതുവിദ്യാലയമായി മാറുന്നത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ രാജ്യാന്തര സമഗ്ര പൊതുവിദ്യാലയമായി മാറുന്നത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിലാണ്. കേരളത്തിൽ കായലിനും കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം പെരുമ്പളം പാലം ആലപ്പുഴയിലാണ്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം പെരുമ്പളം പാലം ആലപ്പുഴയിലാണ്. വളർത്തുമൃഗങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത് വയനാടിലാണ്. വളർത്തുമൃഗങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത് വയനാടിലാണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഹൈപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.